നമസ്കാരം. ടൈം മീഡിയയുടെ ടെക്നിക്കൽ സെഗ്മെന്റായ മാർട്ടിൻസ് ടെക് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 50,000 രൂപയിൽ താഴെ വിലയുള്ള ഒരു ക്യാമറയെക്കുറിച്ച് ചർച്ച ചെയ്തു. അതേ സംബന്ധിച്ച് പലരും പല ചോദ്യങ്ങൾ ഉന്നയിച്ചു. അവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. ചിലർ പറയുന്നു ഞങ്ങൾക്കൊരല്പം കൂടി തുക ആയിക്കോട്ടെ, എങ്കിലും കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ക്യാമറ ഒന്ന് പരിചയപ്പെടുത്താമോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും 50,000 രൂപയ്ക്ക് മുകളിലേക്ക് പോകാവുന്ന, എന്നാൽ നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് പോകാത്ത വിധത്തിലുള്ള 3 ക്യാമറകളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ വിലയുടെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ക്യാമറയുടെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഒരല്പം നമ്മൾ സഹകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചിലർക്കുള്ള വിഷയം അതല്ല, ഞങ്ങളൊരല്പം കൂടി പണം മുടക്കാം, ഞങ്ങളുടെ മനസ്സിന് ഒപ്പിച്ച ഒരു ക്യാമറ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അങ്ങനെയെങ്കിൽ 50,000 രൂപയ്ക്ക് അല്പം മുകളിലേക്ക് പോകുന്ന ചില ക്യാമറകൾ കൂടി നിങ്ങൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു വീഡിയോഗ്രാഫർ ആകാനോ അല്ലെങ്കിൽ ഒരു വ്ളോഗർ ആകാനോ നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള ചില മികച്ച ക്യാമറകൾ, അതും ഒരു മികച്ച ബ്രാൻഡിൽ നിന്നുള്ള ക്യാമറകൾ. പല തലമുറകളായിട്ട് വിശ്വാസ്യത ആർജിച്ച ഒരു ബ്രാൻഡാണ് സോണി. പഴയ തലമുറയിലുള്ളവർക്കറിയാം, സോണി ജപ്പാൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഏത് ബ്രാൻഡും കണ്ണുമടച്ചു വാങ്ങിക്കുവാൻ അന്നത്തെ ആളുകൾക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. അത്ര വിശ്വസ്തമായ ഒരു ബ്രാൻഡായിരുന്നു സോണി. ഇന്നും അങ്ങനെ തന്നെ. മിറർലെസ് ക്യാമറകളുടെ ചരിത്രം തിരുത്തി കുറിക്കുവാൻ നിയോഗം ലഭിച്ചത് സോണിക്കായിരുന്നു. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്ന 3 ക്യാമറകൾ സോണിയുടെ ആൽഫ ശ്രേണിയിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 ക്യാമറകളാണ്. ആൽഫ 6100, ആൽഫ 6400, ആൽഫ 6600. വാവ്! മണിച്ചിത്രത്താരെന്ന സിനിമയിൽ തിലകൻ ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു, ലോകപ്രസിദ്ധനാ, തനി രാവണൻ, 10 തലയായവന്. അതിശയോക്തിയൊന്നുമില്ല, ആൽഫയുടെ ഏത് ക്യാമറ എടുത്താലും ലോകപ്രസിദ്ധം തന്നെയാണ്. നമുക്ക് ഈ 3 ക്യാമറകളുടെ വിശേഷങ്ങളിലേക്ക് വേഗത്തിൽ കിടക്കാം. പണ്ടത്തെ ഒരു ക്യാമറ വാങ്ങിക്കുമ്പോൾ വലിയൊരു ബോക്സ് കൂടെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ ക്യാമറ ചെറുതാകും തോറും ബോക്സും ചെറുതായിക്കൊണ്ടിരിക്കുന്നു, വളരെ ക്യൂട്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ വളരെ കൂടുതൽ. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡിൽ അൺബോക്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം നിങ്ങൾക്ക് ടിപ്സ് തന്നിരുന്നു. നമ്മുടെ ഈ ക്യാമറ സംബന്ധിച്ചിട്ടുള്ള കാറ്റലോഗുകൾ കളയരുതെന്ന്. അതുപോലെ തന്നെ ഈ സ്ട്രാപ്പ് സംബന്ധിച്ചും ഞാൻ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഇത് ആവർത്തിച്ച് സമയം കളയുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ ഈ 2 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചാർജറും കേബിളും ഒക്കെ ഉണ്ട്. അത് സാധാരണ എല്ലാ അൺബോക്സിങ്ങിലും കാണുന്ന പോലെ തന്നെ എല്ലാ സംഗതികളും ഉണ്ട്. USB കോഡുണ്ട്. ക്യാമറയിലേക്ക് പോവാം. സോണി ആൽഫ 6600 ഒരു ക്യാമറ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എത്ര സന്തോഷമാണെന്നോ സ്വന്തമായ ഒരു ക്യാമറ ലഭിച്ചു കഴിയുമ്പോൾ. അതവർക്ക് പുതിയൊരു ലോകം തുറന്നു കൊടുക്കുകയാണ്. ഇതാ ഇവിടെ സോണിയുടെ ഈ 6600 എന്ന ക്യാമറയുടെ ഡിസ്പ്ലേ ശ്രദ്ധിക്കുക. നോക്കൂ, വ്ളോഗർമാർക്ക് ഇത് എന്തുമാത്രം പ്രയോജനപ്പെടുമെന്നോ. ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷൻ എടുക്കുന്ന വീഡിയോഗ്രാഫർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ ക്യാമറയിലെ ഈ ഒരു സവിശേഷത വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. 180 ഡിഗ്രി ആംഗിളിൽ തിരിക്കാവുന്ന, ടിൽറ്റ് ചെയ്യാവുന്ന ഇത്തരൊരു ക്യാമറ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊരു വലിയ പ്രത്യേകതയാണ്. ശ്രദ്ധിക്കണം, ഇതിന്റെ ഇമേജ് സ്റ്റെബിലൈസിംഗ് വളരെ പ്രത്യേകതയുള്ളതാണ്. സാധാരണ ഇമേജ് സ്റ്റെബിലൈസർ വരാറുള്ളത് ലെൻസുകളിലാണ്, മറ്റു പല ബ്രാൻഡുകളിൽ. സോണി അത് നമുക്കായി ചെയ്തു തന്നിരിക്കുന്നത് ഇതിന്റെ ബോഡിയിലാണ്. 5 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസർ ഉണ്ട്. ലെൻസുകളിലെ ഇമേജ് സ്റ്റെബിലൈസിംഗ് വർക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ലെൻസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ള ചെറുതായ ഷെയ്ക്കുകളെയൊക്കെ അറിയാത്ത വിധത്തിലാക്കി തരാനാണ് ആ ലെൻസിൽ അത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ക്യാമറയിൽ തന്നെ നമ്മളത് ഘടിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്, ലെൻസുകളിലെ 2 ആക്സിസ് ആണെങ്കിൽ ഈ ക്യാമറയിൽ 5 ആക്സിസ്. എവിടേക്ക് നമ്മൾ പാൻ ചെയ്താലും അനക്കിയാലും മുകളിലേക്കോ താഴേക്കോ എവിടെ വെച്ചാലും ഈ 5 ആക്സിസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഷെയ്ക്ക് ആകാനുള്ള സാധ്യത വിദൂര ഭാവിയിൽ പോലുമില്ല. അതൊരു വലിയ സൗകര്യമാണ് 5 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസർ. ഈ സൗകര്യം 6600 തൊട്ട് മുകളിലേക്കുള്ള ആൽഫ ശ്രേണിയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. റിയൽ ടൈം AF എന്ന സൗകര്യത്തിന് ടിപ്പ അവാർഡ് കരസ്ഥമാക്കിയ ക്യാമറയാണിത്. ഈ ക്യാമറയിലെ റിയൽ ടൈം AF എന്ന സൗകര്യത്തിനാണ് ടിപ്പ അവാർഡ് ലഭിച്ചത്. റിയൽ ടൈം AF എന്ന കാര്യത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും ഒരുപക്ഷെ ഇതൊരു പുതിയ അറിവായിരിക്കില്ല ഞാൻ പറയുന്ന പല കാര്യങ്ങളും. ഇത് അവരെ ഉദ്ദേശിച്ചല്ല, മറിച്ച് ഒരു ക്യാമറ വാങ്ങണം, ഞാനത് എൻ്റെ വ്ളോഗിങ്ങിനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോഗ്രഫിക്കോ എനിക്ക് ഏറ്റവും അനുയോജ്യമായ ക്യാമറ ഏതാണ് എന്ന സംശയത്തിൽ നിൽക്കുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന അർത്ഥത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ലഭിച്ച ഫീഡ്ബാക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, പ്രൊഫഷണലായി ഈ ഫീൽഡിൽ നിൽക്കുന്നവരെ ഉദ്ദേശിച്ചല്ല
ഈ ക്യാമറയുടെ റിവ്യൂ നടത്തുന്നത്. മറിച്ച് എൻ്റെ ആവശ്യത്തിന് അനുയോജ്യമായ ഒരു ക്യാമറ ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്കായിട്ടാണ് ഈ വീഡിയോ. റിയൽ ടൈം AF എന്ന വിഷയത്തിൽ ടിപ്പ അവാർഡ് കരസ്ഥമാക്കിയതിൻ്റെ കാരണം റിയൽ ടൈം AF എന്ന ആ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഈ ക്യാമറയിൽ 3 തരത്തിലുള്ള ഓട്ടോ ഫോക്കസ് മെത്തേഡുണ്ട്, സിസ്റ്റമുണ്ട്. അതായത് ക്യാമറയുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ ഐബോളുകൾ, കണ്ണുകളിലേക്ക് ഈ ക്യാമറ ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മുന്നിലൂടെ പിന്നിലൂടെ ആരൊക്കെ കടന്നുപോയെന്ന് പറഞ്ഞാലും ആ വ്യക്തിയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ല. ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ആ വ്യക്തിയെ തന്നെ ആയിരിക്കും. ഒന്ന്. രണ്ടാമത്, ആ വ്യക്തി ക്യാമറയിൽ നിന്നും അല്പം കൂടി ദൂരെ മാറിക്കഴിഞ്ഞാൽ ഐ ഫോക്കസ് വിട്ടിട്ട് ഓട്ടോമാറ്റിക്കലായി ക്യാമറ ആ വ്യക്തിയുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ കണ്ണിൽ നിന്നും മുഖത്തേക്ക് പിടിക്കുന്നു. അപ്പോഴും ആ വ്യക്തിയുടെ സമീപത്തൂടെ ആരൊക്കെ കടന്നുപോയാലും ക്യാമറയ്ക്ക് അത് വിഷയമല്ല. ഈ വ്യക്തിയായിരിക്കും ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടി കടന്ന് ഈ വ്യക്തി ഒരല്പം കൂടി മാറിക്കഴിഞ്ഞാൽ ഐ ഡിറ്റക്ഷനും ഫേസ് ഡിറ്റക്ഷനും വിട്ടിട്ട് ഫുൾ ഇമേജിനെ ഈ ക്യാമറ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഈ 3 തരത്തിലുള്ള ഫോക്കസിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐയിൽ നിന്നും ഫേസിൽ നിന്നും ഡിറ്റക്ഷൻ കഴിഞ്ഞെങ്കിൽ ഫുൾ ഇമേജിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ സൗകര്യമാണ് 3 സ്റ്റെപ്പായിട്ടുള്ള റിയൽ ടൈം AF. $2280 ബാറ്ററിയാണിത്. ഈ 6600 ബാറ്ററിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബാറ്ററി നമുക്ക് ആൽഫ 9-ലും 7M3, 7R3 ഇവയെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ ആ ശ്രേണിയിലുള്ള എല്ലാ ക്യാമറകൾക്കും ഈ ബാറ്ററി ഉപയോഗിക്കാം. സാധാരണ അങ്ങനെയല്ല, ഓരോ പേരിലും വരുന്ന ക്യാമറയ്ക്ക് ഓരോ ടൈപ്പ് ബാറ്ററി ആയിരുന്നു. അതൊക്കെ മാറി സോണി ആൽഫ ശ്രേണിയിൽപ്പെട്ട മറ്റ് ക്യാമറകളിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമുക്കായി നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. വ്ളോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. വളരെ വേഗത്തിൽ തുറക്കാവുന്ന മറ്റൊരു കമ്പാർട്ട്മെൻറ്റാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് തുറന്നു കഴിയുമ്പോൾ വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. മൈക്കിന് ഒരു സ്ലോട്ട്, ഇയർഫോണ് മറ്റൊരു സ്ലോട്ട്, കൂടാതെ HDMI USB പോർട്ടുകൾ. വലിയ സൗകര്യമാണത്. ഈ ക്യാമറയിൽ 425 ഓട്ടോ ഫോക്കസിംഗ് പോയിന്റുകളുണ്ട്. അത് നമ്മളുടെ ഓട്ടോ ഫോക്കസിങ്ങിനെ എത്രമാത്രം സഹായിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. 425 ഓട്ടോ ഫോക്കസ് പോയിന്റുകൾ. 6100 ഒഴികെയുള്ള ഈ 2 മോഡലുകളിലും സിനിമാറ്റിക് ലോക്ക് പ്രൊഫൈലായ F-Lock, H-Lock തുടങ്ങിയവ ഉപയോഗിച്ച് നന്നായി വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 6600 ബാറ്ററി ബാക്കപ്പ് വളരെ മേന്മയേറിയതാണ്. ആ ബാറ്ററി തന്നെ നമുക്ക് 7M3, 7R3, ആൽഫ 9 തുടങ്ങിയ ക്യാമറകളിൽ ഇതേ ബാറ്ററി യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ പല ബോഡികളിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ സവിശേഷതയാണ്. ഇനി ഷൂട്ടിങ്ങിനിടയിൽ നമ്മുടെ ബാറ്ററി തീർന്നു വന്നിരിക്കട്ടെ, ബാറ്ററി ബാക്കപ്പ് അവസാനിച്ചുവെങ്കിലും നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. സോണി വീണ്ടും ഒരു സൗകര്യം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ പവർ ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് വേഗത്തിൽ ക്യാമറയിലേക്ക് പവർ കൊടുത്തിട്ട് ഷൂട്ടിംഗ് തടസ്സപ്പെടുത്താതെ തന്നെ, ചാർജിങ്ങിനായിട്ട് സമയം കളയാതെ തന്നെ പവർ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കാം. 6100യുടെയും 6100യുടെയും ബാറ്ററി ഒരല്പം കൂടി ചെറുതാണ്. ഈ 3 മോഡലുകളിലും 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഫുൾ HDയിലാണെങ്കിൽ 120 ഫ്രെയിംസിൽ നമുക്ക് ഷൂട്ടിംഗ് സാധ്യമാണ്. 180 ഡിഗ്രി ആംഗിളിൽ ടിൽറ്റ് ചെയ്യാൻ കഴിയുന്ന നമ്മളുടെ ഈ LCD ഏറ്റവും പ്രയോജനപ്രദമായ വ്ളോഗേഴ്സിന് ഏറ്റവും പ്രയോജനപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ സെൻസിറ്റീവായ ടച്ച് സ്ക്രീനാണിത്. വളരെ നന്നായി നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ടച്ചിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനത് നോക്കി. സോണിയുടെ ഒരല്പം വില കൂടിയ ക്യാമറയായ ആൽഫ 9 A9 ക്യാമറയിലുള്ള ഒരു സിസ്റ്റം തന്നെയാണ് അതിലും തീരെ വില കുറഞ്ഞിരിക്കുന്ന ഈ ക്യാമറയിൽ സോണി അവതരിപ്പിച്ചിരിക്കുന്നത്. ആൽഫ 9-ലുള്ള പല ഫീച്ചേഴ്സും ഈ ചെറിയ ബോഡിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോണിയുടെ മാത്രം മറ്റൊരു പ്രത്യേകത ഞാനൊന്ന് പറയട്ടെ. ഈ വൺ മൗണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. വൺ മൗണ്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സോണിക്കായി വാങ്ങുന്ന ഏത് ലെൻസും സോണിയുടെ ഏത് ക്യാമറകളിലും ഘടിപ്പിക്കാവുന്ന ഒരു കോൺസെപ്റ്റാണ് വൺ മൗണ്ട് കോൺസെപ്റ്റ്. അതായത് സാധാരണഗതിയിൽ ഒരു ക്യാമറ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ക്രോപ്പ് സെൻസർ ആവട്ടെ, ഫുൾ ഫ്രെയിം ആവട്ടെ, ഈ ക്യാമറകൾ വിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ലെൻസ് കൂടി നമ്മൾ കൊടുക്കേണ്ടതായി വരും. പിന്നീട് വാങ്ങുന്ന ക്യാമറയിൽ പലപ്പോഴും ആ ലെൻസ് അറ്റാച്ച് ചെയ്താൽ നമുക്ക് റിസൾട്ട് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ആ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സോണി കോർപ്പറേഷൻ നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു വലിയ സൗകര്യമാണ്. നിങ്ങൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ഒരു ലെൻസിന് വേണ്ടി. വാങ്ങിക്കഴിഞ്ഞാൽ ക്യാമറ ബോഡി എന്തെങ്കിലും വിൽക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ബോഡി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലെൻസുകൾ എല്ലാം തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് സോണിയുടെ ഒരു വീഡിയോ ക്യാമറ വാങ്ങിയാൽ പോലും ഈ ലെൻസുകൾ അതിൽ അറ്റാച്ച് ചെയ്യാം. ഇതൊരു വലിയ സൗകര്യമല്ലേ?
ഐ ഡിറ്റക്ഷനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഫീച്ചർ ഇതിനകത്തുണ്ട്. ആനിമൽ ഐ ഡിറ്റക്ഷൻ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് വളരെ ദൂരത്ത് നിന്ന് പോലും അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഈ സംവിധാനമുള്ളതുകൊണ്ട് അതിൻ്റെ കണ്ണിനെ ക്യാമറ നേരിട്ട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഷാർപ്പായ ചിത്രങ്ങൾ കിട്ടുവാൻ ആനിമൽ ഐ ഫോക്കസിംഗ് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനും ഈ ക്യാമറ വളരെ പ്രയോജനപ്പെടും. മാത്രമല്ല 6600 എന്ന ഈ മോഡലിൽ വീഡിയോയിലും നിങ്ങൾക്ക് ഐ ഡിറ്റക്ഷൻ കൊടുക്കാം. മറ്റ് ആർക്കും തരാൻ കഴിയാത്തൊരു സൗകര്യമാണ്. വീഡിയോയിലും ഐ ഡിറ്റക്ഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വ്ലോഗിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഗ്രേഡിങ് അതിമനോഹരമായി ചെയ്തെടുക്കുവാൻ കഴിയും വ്ലോഗ്. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല പ്രൊഫൈലുകളിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ക്യാമറ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പലതരത്തിലുള്ള പ്രൊഫൈലുകൾ വീഡിയോയ്ക്കായിട്ട് ഇതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. മഗ്നീഷ്യം അലോയ് ബോഡിയാണ് 6600 6100 ഫൈബർ ബോഡിയാണ്. വീഡിയോ റെക്കോർഡിങ്ങിനായിട്ട് നമുക്ക് 64 GB SD കാർഡ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 64 GB SD കാർഡിൽ നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാവുന്ന സമയം ഏതാണ്ട് ഒരു 15 മിനിറ്റാണ്. അത് 4K ഒക്കെ ഷൂട്ട് ചെയ്താൽ 15 മിനിറ്റിൽ നമുക്ക് കാർഡ് തീർന്നു പോകും. ഇവിടെ മറ്റൊരു സൗകര്യം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. സോണിയുടെ തന്നെ XIVC കോഡാക്ക് ഉപയോഗിച്ച് 15 മിനിറ്റ് ഷൂട്ട് ചെയ്യുന്ന ഈ കാർഡിൽ നമുക്ക് ഏകദേശം 4K വീഡിയോ 1.5 മണിക്കൂറോളം ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. XIVC എന്ന് പറയുന്നത് സോണിയുടെ ഒരു ഫയൽ ഫോർമാറ്റാണ്. ഇത് പരിചിതമില്ലാത്തവർക്കൊന്ന് പരിചയപ്പെടുത്താൻ സന്തോഷമുള്ളത് NFC എന്ന് പറഞ്ഞാൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്നേ അർത്ഥമുള്ളൂ. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് NFC സൗകര്യമുള്ള മറ്റൊരു ഉപകരണം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ സോണിയുടെ തന്നെ ഇമേജിംഗ് എഡ്ജ് എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏത് NFC ഗാഡ്ജറ്റിലും നിങ്ങൾക്ക് ഈ ഗാഡ്ജറ്റുകൾ തമ്മിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ നിന്നുള്ള വീഡിയോ ആകട്ടെ ഫോട്ടോ ആകട്ടെ ഏത് ഫയലും അതിവേഗത്തിൽ കേബിളുകളില്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇതൊരു വലിയ സൗകര്യമാണ്. വൈഫൈ ഉണ്ടെന്നും ബ്ലൂടൂത്ത് ഉണ്ടെന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ സൗകര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളോ വീഡിയോകളോ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് അയക്കുവാൻ നമുക്ക് വേഗത്തിൽ തന്നെ സാധിക്കും. അതൊരു കോമൺ ഫീച്ചർ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാത്തത്. 6400 ഒരു വ്ളോഗർ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണലായിട്ട് നമുക്കത് വാങ്ങിക്കാം. വ്ളോഗർമാർക്ക് ഏറെ സഹായമാകുന്ന ഒരു കിറ്റാണത്. മൈക്രോഫോണും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ഉണ്ട്. അത് ആ ചിത്രത്തിൽ അത് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. വ്ളോഗർമാർക്ക് 6400 ഉള്ള വ്ളോഗർ കിറ്റും അത് പ്രത്യേകം പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ 3 ക്യാമറകളിലും ISO 100 തൊട്ട് 51200 വരെ നമുക്ക് നൽകുന്നുണ്ട്. ചിലരോട് നമുക്ക് ചോദിക്കാം, ഒരു ക്യാമറയിൽ ഒരു ക്ലിക്ക് ചെയ്താൽ എത്ര ചിത്രം ക്യാമറയിൽ ലഭിക്കുമെന്ന്. അപ്പോൾ എല്ലാവരും പറയും ഒരു ക്ലിക്ക് ചെയ്താൽ ഒരു ചിത്രം ലഭിക്കും. ഇവിടെ അതൊക്കെ ആ ചരിത്രമൊക്കെ വഴിമാറുകയാണ്. ഒരു ക്ലിക്കിൽ 11 പിക്ചർ ഈ ക്യാമറയിൽ ലഭിക്കും. ഒറ്റ ക്ലിക്കിൽ 11 പിക്ചറുകൾ. ആൽഫ 9 ഒറ്റ ക്ലിക്കിൽ 20 പിക്ചറുകൾ ലഭിക്കും. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആക്ഷൻ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഈ സൗകര്യം വളരെ ഫലപ്രദമാണ്. 2 വർഷ വാറണ്ടിയുണ്ട്. കൂടാതെ ഒട്ടുമിക്ക ക്യാമറകളും 29 മിനിറ്റ് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഷട്ട് ഡൗൺ ആകും, ഓഫായി പോകും. ഈ ക്യാമറയ്ക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. നിങ്ങളുടെ ബാറ്ററി തീരുന്നത് വരെ കണ്ടിന്യൂസ് വീഡിയോ ഷൂട്ടിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. മറ്റ് പല ക്യാമറകളിലും 29ാമത്തെ മിനിറ്റിൽ ക്യാമറ ഓഫായി പോകുമെങ്കിൽ ഈ ക്യാമറകൾ 3ലും ബാറ്ററി തീരും വരെ നിങ്ങൾക്ക് മൂവി ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ക്യാമറയുടെ സർവീസിനെ കുറിച്ച് ഒരു അല്പ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. ക്യാമറ കേടാകുമ്പോൾ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല സർവീസ് സെൻറ്റർ, മറിച്ച് ക്യാമറ കേടാകാതിരിക്കാനായി ഇടയ്ക്കിടെ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണത്. സോണിയുടെ സർവീസ് സെൻറ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വാചാലനാകും. കാരണം സോണിയുടെ സർവീസ് സെൻറ്ററിനെ എനിക്ക് വളരെ അടുത്തറിയാം. ഞാൻ ചില വർഷങ്ങളായി ഉപയോഗിക്കുന്ന ക്യാമറ സോണിയാണ്. എന്നെപ്പോലെ സംതൃപ്തരായ ആയിരക്കണക്കിന് സോണി ക്യാമറ ഉപയോഗിക്കുന്നവർ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പലപ്പോഴും ഈ സർവീസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ വളരെ നല്ല അനുഭവമാണ് അവിടെ നിന്ന് ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ കേടാകാൻ വേണ്ടി നോക്കി നിൽക്കരുത്. നിങ്ങൾക്ക് 2 വർഷ വാറണ്ടിയുള്ള സമയത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുമായി ആ സർവീസ് സെൻറ്ററിലേക്ക് കടന്നു ചെല്ലാം. അവരുടെ ഊഷ്മളമായ സ്വാഗതം, ആതിഥ്യ മര്യാദ ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേർഷനുകൾ അപ്ഡേറ്റ് ചെയ്യാനും ഫംഗസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ക്യാമറയ്ക്ക് വരുന്ന ചില തകരാറുകൾ, സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സ്വിച്ചുകളുടെ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളത് അവിടെയും ഇവിടെയും കൊടുത്ത് അഴിപ്പിക്കാതെ ദയവായി സോണിയുടെ ഔദ്യോഗിക സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുക്കുക. അവിടെ നല്ലൊരു സർവീസ് ടീം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കടവന്ത്രയിലെ സോണിയുടെ സർവീസ് സെൻറ്ററെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. മറ്റൊരു കാര്യമുള്ളത്, സോണി ഇന്ത്യ കൊച്ചിൻ ബ്രാഞ്ചിലെ പ്രവർത്തിക്കുന്ന സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത്
ലെവൽ 4 സർവീസ് സെൻ്ററാണ്. ലെവൽ 4 സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് വിശദമാക്കാം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ക്യാമറ റിപ്പയറിങ്ങിനായിട്ട് കൊടുത്താൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ലഭിക്കാനില്ല, അത് ഞങ്ങൾക്ക് ബാംഗ്ലൂർ അയക്കണം, മദ്രാസിന് അയക്കണം, അല്ലെങ്കിൽ ദുബായിക്ക് അയക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഇതിൻ്റെ ആവശ്യമൊന്നും സോണിക്കില്ല. സോണിയുടെ ലെവൽ 4 സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയുടെ ഏത് പാർട്ടും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദിവസങ്ങൾ താമസിക്കുന്നില്ല, നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ആ സർവീസ് പാർട്ട് മാറ്റിയിട്ട് തരുവാൻ അവർക്ക് കഴിയും. അതാണ് ലെവൽ 4 സർവീസ് സെൻറ്ററിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ചില സ്റ്റിൽസ്, വീഡിയോസ് ഒക്കെ ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അനന്ത സാധ്യതകൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ക്യാമറയാണ് സോണിയുടെ ആൽഫ ശ്രേണിയിലുള്ള എല്ലാ ക്യാമറകളും. നിങ്ങളുടെ ബഡ്ജറ്റ് അനുവദിക്കുന്ന തരത്തിലുള്ള ക്യാമറ നിങ്ങൾക്ക് വാങ്ങാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സോണിയുടെ ഏത് ഔട്ട്ലെറ്റിൽ നിന്നും ഏത് ബ്രാൻഡ് നിങ്ങൾക്ക് ലഭിക്കും. ഓൺലൈനിൽ കാണുന്ന വിലയൊന്നും കണ്ട് പേടിക്കണമെന്നില്ല. അതിലുമൊക്കെ വില കുറച്ച് നൽകുവാൻ നിങ്ങളുടെ ഡീലർക്ക് സാധിക്കും. ഒരു നല്ല വ്ളോഗറാകുവാൻ, ഒരു നല്ല വീഡിയോഗ്രാഫറാകുവാൻ, ഒരു നല്ല ഫോട്ടോഗ്രാഫറാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈ 3 ക്യാമറകൾ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ടൈം മീഡിയയ്ക്ക് പല സെഗ്മെൻറ്റുകളുണ്ട്. അതിൽ ഒരു സെഗ്മെൻറ്റാണ് ഈ ടെക് വേൾഡ്. അതുകൂടാതെയുള്ള മറ്റ് ആരോഗ്യ വിചാരമുണ്ട്, ആനുകാലിക വാർത്തകളുണ്ട്. ഇവയെല്ലാം തുടർന്നും നിങ്ങളുടെ കൈകളിലെത്തും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ചെയ്യുക. ലൈക്കും ഷെയറും നൽകി പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റ് പുത്തൻ അറിവുകളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.